Hi friends, welcome back. We are going to see Malappuram Machingalulla Bavakarinte user karinte shop il. Appo innode ethikkunde adesam 10-12 pudhiya vandiyal ethikunu. Appo adinte full details aanu innathe video il pedunathu. Appo idine location venne Malappuram Kozhikode Palakkad road keri Machingal enna sthalathaane classic Hyundai showroom ine nere opposite aayittan user karinte shop undu. Video skip cheyade muyivane kaanan shramikka. Nammale channel adil kanunne marka subscribe cheythu support cheyatto. Appo nere video ilekku pogam. Friends, we have details of affan. Details of venue first details. 2019 model SX turbo petrol variant 48,000 km മാത്രം വണ്ടി ഓടിയിട്ടുള്ളൂ. നിലവിലെ കംപ്ലൈന്റ്സ് കാര്യങ്ങളൊന്നുമില്ല. പക്ക കമ്പനി സർവീസ് ഹിസ്റ്ററി ഉള്ള വണ്ടിയാണ്. ഒന്നും റീപ്ലേസ്മെന്റ് കാര്യമില്ല. 666 ഫാൻസി നമ്പർ കാര്യമൊക്കെയാണ് വരുന്നത്. ഒന്നും റീപ്ലേസ്മെന്റ് ഇല്ല. കറക്റ്റ് സർവീസ് ആണ്. സിംഗിൾ ഓണർഷിപ്പ് വണ്ടിയാണ്. സിംഗിൾ ഓണർഷിപ്പ് വേറെ കുഴപ്പങ്ങൾ കാര്യമൊന്നുമില്ല. SX സൺറൂഫ് ഒക്കെ വരുന്ന ഓപ്ഷനാണ് വണ്ടി വരുന്നത്. നമ്മൾ 9.5 ലക്ഷമാണ് ചോദിക്കുന്ന പ്രൈസ്. എന്തെങ്കിലും മാറ്റം ചെയ്തിട്ട് നമ്മൾ കൊടുക്കും. നെഗോഷ്യബിൾ ചെയ്തിട്ട് ലോണ് കാര്യം നമുക്കൊരു 8.5 to 9 വരെ ചെയ്യാം. 8.5 രൂപ എന്തായാലും നമുക്ക് ലോൺ ചെയ്ത് കൊടുക്കാൻ പറ്റും. പ്രൊഫൈൽ കാര്യം നോക്കിയിട്ട് നമുക്ക് ലോൺ ചെയ്ത് കൊടുക്കാം. 8.5 ലക്ഷം വരെ നമുക്ക് ലോൺ ചെയ്ത് കൊടുക്കാം. ഫ്രണ്ട്സ്, അപ്പോൾ വെന്യൂവിൻ്റെ സീറ്റ് ഇൻറ്റീരിയർ കേട്ടോ അത്യാവശ്യം നല്ല ക്വാളിറ്റി വണ്ടി കേട്ടോ. കമ്പനി ഹിസ്റ്ററുള്ള വണ്ടിയാണ്. നല്ല വൃത്തിയുണ്ട് കാണാൻ. ഡാഷ്ബോർഡ് കാര്യങ്ങൾ സിംഗിൾ ഓണർഷിപ്പ് ഉണ്ട് കേട്ടോ. ബാക്ക് സൈഡ് ഉണ്ടല്ലോ, അത്യാവശ്യം നല്ല വൃത്തിയുള്ള വണ്ടിയാണ്. നല്ല ലെതർ സീറ്റുകാരൊക്കെ ഇതെല്ലാം സെറ്റാക്കി ഉണ്ട് കേട്ടോ. ഫ്രണ്ട് സീറ്റ് ഡാഷ്ബോർഡ് കാര്യങ്ങളൊക്കെ. പിന്നെ ടയർ ഭാഗത്ത് വരുമ്പോൾ ടയർ ആവറേജ് ഉള്ളൂ കേട്ടോ. ബാക്ക് ടയർ ആവറേജാണ്. അലവിയിലൊക്കെ ഉള്ളതാണ്. ഫ്രണ്ട് ടയർ അതേമാതിരി ആവറേജ് ഉള്ളൂ. ഫ്രണ്ട്സ്, അപ്പോൾ അടുത്ത നമ്മൾ പരിചയപ്പെടേണ്ട ഷിഫ്റ്റ് ഡിസയർ അല്ലേ? എങ്ങനെ ഡീറ്റെയിൽസ്? 2012 മോഡല് ZDI ആണ്. ഏറ്റവും ഫുൾ ഓപ്ഷൻ വണ്ടിയാണ്. ഡീസലാണ്. നിലവിൽ ആകെ 90,000 കിലോമീറ്റർ മാത്രമേ വണ്ടി ഓടിയിട്ടുള്ളൂ. 90,000 കിലോമീറ്റർ ഓടിയിട്ടുള്ളൂ. കറക്റ്റ് സർവീസാണ്. രണ്ടാമത്തെ ഓണർഷിപ്പാണ് വണ്ടി വരുന്നത്. റീപ്ലേസ്മെൻറ്റ് കാര്യങ്ങളൊന്നുമില്ല. ഫാൻസി നമ്പർ കാര്യങ്ങൾ ഒക്കെ ഉണ്ട്. 70-88 ഫാൻസി നമ്പർ കാര്യങ്ങളാണ് വണ്ടി വരുന്നത്. നിലവിൽ മെക്കാനിക്കലും കാര്യം വണ്ടി ഒരു കുഴപ്പമില്ല. നല്ല കണ്ടീഷൻ, പക്ക ക്വാളിറ്റി വണ്ടിയാണ്. ചെറിയ കിലോമീറ്റർ ഓടിയിട്ടുള്ളൂ. ഇത് 3,90,000 റുപ്യാണ് നമുക്ക് ചോദിക്കുന്ന റേറ്റ്. മാറ്റങ്ങൾ വരുത്തിയിട്ട് നമുക്ക് ചെയ്ത് കൊടുക്കാൻ പറ്റും. വില കുറച്ച് നമുക്ക് സെറ്റാക്കി കൊടുക്കും. ഇതിന്മേ നമുക്ക് ഏകദേശം ഒരു 2.5 രൂപ 3 രൂപ വരെ നമുക്ക് മാക്സിമം ലോൺ ചെയ്ത് കൊടുക്കാൻ പറ്റും. 3 ലക്ഷം വരെ നമുക്ക് ലോൺ ചെയ്ത് കൊടുക്കാൻ പറ്റും. ഏകദേശം ഒരു 2.5-2.25 റേഞ്ചിലാണ് സാധാരണ പ്രൊഫൈല് കയറുക. അതിന്റെ മുകൾക്ക് പ്രൊഫൈൽ ഉണ്ട്. നമുക്ക് 3 രൂപ വരെയൊക്കെ ചെയ്ത് കൊടുക്കാൻ പറ്റും. ഇല്ല, ഫ്ലഡ് കാര്യങ്ങൾ വണ്ടികൾ നമ്മൾ ചെയ്യലില്ല. ഷിഫ്റ്റ് ഡിസയറിൻ്റെ സീറ്റ് ഇൻറ്റീരിയർ കേട്ടോ. സീറ്റ് കവറൊക്കെ ഇതെല്ലാം മാരക ലുക്ക് കേട്ടോ. ഡാഷ്ബോർഡ് കാര്യങ്ങൾ, ബാക്ക് സീറ്റ് കണ്ടില്ല, അത്യാവശ്യം നല്ല വൃത്തിയുള്ള വണ്ടിയാണ്. നല്ല ക്വാളിറ്റി വണ്ടിയാണ്. ഡാഷ്ബോർഡ് കാര്യങ്ങൾ, ഫ്രണ്ട് സീറ്റ് അത്യാവശ്യം തെറ്റില്ലാത്ത രീതിയിലുണ്ട് കേട്ടോ. ടയർ ഭാഗത്ത് വരുമ്പോൾ ടയർ ഏകദേശം ഒരു 60% ടയറുണ്ട്. ബാക്ക് ടയർ, ഫ്രണ്ട് ടയർ അതേപോലെ 60% ഉണ്ട്. അടുത്ത നമ്മൾ പരിചയപ്പെടേണ്ട ഇന്നോവ കേട്ടോ. ഒരു 8 സീറ്റ് വണ്ടിയാണ്. 7 സീറ്റ് അല്ല, 8 സീറ്റ് വണ്ടിയാണ്. പിന്നെ അതുമല്ല നമ്പർ ഫാൻസി നമ്പർ ആട്ടോ. 31-32 ഫാൻസി നമ്പർ. നമ്മൾ എടുക്കേണ്ട വണ്ടി ഫുള്ള് ഫാൻസി നമ്പർ ആണല്ലോ. എങ്ങനെ ഡീറ്റെയിൽസ്? 2015 മോഡല് V ഓപ്ഷനാണ്. ഒറിജിനൽ കേരള വണ്ടിയാണ്. റീവണ്ടി അല്ല, ഒറിജിനൽ കേരളയാണ്.
ആകെ 75,000 കിലോമീറ്റർ മാത്രമേ വണ്ടി സഞ്ചരിച്ചിട്ടുള്ളൂ, ഓടിയിട്ടുള്ളൂ. കറക്റ്റ് 5,000 കിലോമീറ്ററിൽ വണ്ടി കമ്പനിയിൽ നിന്ന് സർവീസ് എടുത്ത് പോകുന്നതാണ്. റീപ്ലേസ്മെൻറ്റ് കാര്യങ്ങൾ ഒന്നുമില്ല. സിംഗിൾ ഓണർഷിപ്പ് വണ്ടിയാണ്. പക്ക ക്വാളിറ്റി വണ്ടി പറഞ്ഞാൽ എല്ലാ ഭാഗവും ക്ലിയർ ആയ ലോ കിലോമീറ്റർ ആയ ഇന്നോവയാണ്. 8 സീറ്റർ വണ്ടിയാണ്. 5 ടയർ സ്റ്റെപ്പിനി ടയർ എടുത്തിട്ടില്ല, ബാക്കി 4 ടയറും ഫ്രഷ് ടയർ പെട്ടതാണ്. 5 ടയറും നിലവിൽ പുതിയ ടയറാണുള്ളത്. ഇൻഷുറൻസ് കാര്യങ്ങൾ എല്ലാം ഉണ്ട്. ഇത് നമ്മൾ 14 ലക്ഷമാണ് നമ്മൾ ചോദിക്കുന്നത്. 14,50 ചോദിക്കുന്ന റേറ്റ്. മാറ്റങ്ങൾ വരുത്തിയിട്ട് നമ്മൾ ചെയ്ത് കൊടുക്കും. നമുക്ക് ഏകദേശം 10 ലക്ഷം രൂപക്ക് ലോൺ ചെയ്ത് കൊടുക്കാൻ പറ്റും. 10 ലക്ഷം വരെ ലോൺ ചെയ്ത് കൊടുക്കാൻ പറ്റും. പ്രൊഫൈല് കാര്യങ്ങൾ നോക്കിയിട്ട് നമുക്ക് ചെയ്ത് കൊടുക്കാം. ഒന്നുമില്ല, പക്ക ക്വാളിറ്റി. ഒന്നും റീപ്ലേസ്മെന്റ് ഇല്ല, ഫ്ലഡ് ഇല്ല, ഒന്നും മാറിയിട്ടില്ല. കറക്റ്റ് ക്വാളിറ്റി. 5,000 കിലോമീറ്ററിൽ കറക്റ്റ് കമ്പനിയിൽ നിന്ന് സർവീസ് എടുത്ത് പോകുന്ന സിംഗിൾ ഓണർഷിപ്പ് ഒറിജിനൽ കേരള വണ്ടി. ഒന്നുമില്ല, പക്ക വൃത്തിയിലുള്ള വണ്ടിയാണ്. അങ്ങനെ മെയിൻറ്റെയിൻ ചെയ്ത് എക്സ്ട്രാ ഫിറ്റിംഗ്സ് ആയിട്ടൊന്നും ചെയ്തിട്ടില്ല. എക്സ്ട്രാ ഫിറ്റിംഗ്സിന്റെ ഒരു ആവശ്യം ഈ വണ്ടിയിൽ വരുന്നില്ല. അതായത് ഒരുവിധ അലോയ് വീല്, കമ്പനി സ്റ്റീരിയോ, ടച്ച് സ്ക്രീന് കാര്യങ്ങളൊക്കെ കമ്പനി തന്നെ വരുന്നുണ്ട്. പിന്നെ എക്സ്ട്രാ ആയിട്ടൊന്നും ചെയ്തിട്ടില്ല, ചെയ്യേണ്ട ആവശ്യമില്ല ഈ വണ്ടിയിൽ. ഫ്രണ്ട്സ്, ഇന്നോവൻ്റെ സീറ്റ് ഇൻറ്റീരിയർ കേട്ടോ. സീറ്റ് കവറൊക്കെ ഉള്ള സെറ്റായ വണ്ടി കേട്ടോ. ഡാഷ്ബോർഡ് കാര്യങ്ങൾ, ഡോറ് തുറന്നാൽ ലൈറ്റ് കത്തി. ഒരു 8 സീറ്റ് വണ്ടി കേട്ടോ. ഇന്നോവ 8 സീറ്റാണ്. ബാക്ക് സീറ്റ് പക്ഷെ നല്ല ക്വാളിറ്റിയിലാട്ടോ. കുറേ കാര്യങ്ങളൊക്കെ ഉള്ളത്, നല്ല വൃത്തിയുണ്ട് കാണാൻ. ഫ്രണ്ട് ഡാഷ്ബോർഡ്, സീറ്റ് കവർ കാര്യങ്ങൾ. പിന്നെ ടയർ ഭാഗത്തേക്ക് വരുമ്പോൾ 70% ടയറുണ്ട് കേട്ടോ. ബാക്ക് ടയർ, ഫ്രണ്ട് ടയർ അതേപോലെ 70% ഉണ്ട്. ഫ്രണ്ട്സ്, അപ്പോൾ നമ്മൾ അടുത്ത് പരിചയപ്പെടേണ്ട ഇയോൺ കേട്ടോ. ഇയോൺ നമുക്ക് നോക്കുകയാണെങ്കിൽ അതും ഫാൻസി നമ്പർ 2002 ഫാൻസി നമ്പർ. ഇപ്പോൾ നമ്മൾ ചെയ്ത 3 വണ്ടി ഫാൻസി നമ്പറാണ് അല്ലേ? ഫാൻസി നമ്പർ അല്ലേ? എല്ലാ വണ്ടി, ഒരുവിധ വണ്ടിയൊക്കെ ഫാൻസി നമ്പറാണ്. ഇത് 2012 മോഡല്, 13 ഡെലിവറി രജിസ്ട്രേഷൻ വരുന്ന വണ്ടിയാണ്. നിലവിൽ 2ാമത്തെ ഓണറാണ് വണ്ടി. ഓപ്ഷന് മാഗ്ന പ്ലസ് ആണ്. മാഗ്ന പ്ലസ് 96,000 കിലോമീറ്റർ വണ്ടി ഓടിയിട്ടുള്ളത്. 94,000 ഇപ്പോൾ ലാസ്റ്റ് സർവീസ് വണ്ടി എടുത്തിട്ടുണ്ട്. വേറെ വണ്ടി അപാകതകളായിട്ട് ബോണറ്റ് മാത്രം റീപ്ലേസ് ചെയ്തോണം. വേറെ ഒന്നും മാറിയിട്ടില്ല. ആക്സിഡന്റ് കാര്യങ്ങൾ ഒന്നുമല്ല. ഡോറ് ഗ്ലാസ് ഒന്നും മാറിയിട്ടില്ല. ബോണറ്റ് മാത്രം റീപ്ലേസ്. വേറെ അപാകതകൾ കാര്യങ്ങൾ ഒന്നുമില്ല. ആക്സിഡന്റ് കാര്യങ്ങൾ ഒന്നുമല്ല. വണ്ടി നിലവിൽ നല്ല ക്വാളിറ്റിയിലാണ് നിൽക്കുന്നത്. ഇത് 1,85 നമ്മൾ ചോദിക്കുന്നുണ്ട്. എന്തെങ്കിലും നമുക്ക് മാറ്റം ചെയ്തിട്ട് കൊടുക്കും. ലോണ് നമുക്ക് ഏകദേശം ഒരു 1.25 റേഞ്ചിലൊക്കെ നമുക്ക് ചെയ്ത് കൊടുക്കാൻ പറ്റും. 1.5 വരെയൊക്കെ നമുക്ക് ചെയ്ത് കൊടുക്കാൻ പറ്റും. പ്രൊഫൈല് നോക്കിയിട്ട് നമുക്ക് ചെയ്ത് കൊടുക്കാൻ പറ്റും. ഫ്രണ്ട്സ്, അപ്പോൾ ഇയോണിൻ്റെ സീറ്റ് ഇൻറ്റീരിയർ കേട്ടോ. സീറ്റ് കാര്യങ്ങൾ അത്യാവശ്യം കുഴപ്പമില്ലാത്ത രീതിയിലുണ്ട്. ഡാഷ്ബോർഡ് കാര്യങ്ങൾ, ബാക്ക് സീറ്റ് കണ്ടില്ല, ഇതെല്ലാം വൃത്തിയുണ്ട് കേട്ടോ. കവറും കാര്യങ്ങളൊക്കെ കുഴപ്പമില്ലാത്ത രീതിയിലുണ്ട്. ഫ്രണ്ട് സീറ്റ്, ഡാഷ്ബോർഡ് കാര്യങ്ങളൊക്കെ. പിന്നെ ടയർ ഭാഗത്ത് വരുമ്പോൾ ബാക്ക് ടയർ ആവറേജ് ഉള്ളൂ കേട്ടോ. ഫ്രണ്ട് ടയർ അതേപോലെ ആവറേജ് ഉള്ളൂ. ഫ്രണ്ട്സ്, അപ്പോൾ അടുത്ത് നമ്മൾ പരിചയപ്പെടേണ്ട റിഡ്സ് കേട്ടോ. അപ്പോൾ ഇത് നമുക്ക് നോക്കുകയാണെങ്കിൽ ഇതിൻ്റെ നമ്പർ 5758 ഫാൻസി നമ്പർ ആട്ടോ. നമ്മൾ എടുക്കേണ്ട വേണ്ടി എല്ലാം ഫാൻസി നമ്പറാണ്. പിന്നെ അങ്ങനെ ഡീറ്റെയിൽസ്. ഇത് 2010 LDI ആണ് ഓപ്ഷൻ. ഡീസൽ വേരിയൻ്റ് ആണ്. മൈലേജ് ഏകദേശം 20 കിലോമീറ്റർ എന്തായാലും മൈലേജ് കിട്ടും. നിലവിൽ 1,50,000 കിലോമീറ്ററാണ് വണ്ടി ഓടിയിട്ടുള്ളത്. ആക്സിഡന്റ് കാര്യങ്ങൾ ഒന്നുമില്ല വണ്ടിക്ക്. 2ാമത്തെ ഓണർഷിപ്പാണ് വണ്ടി വരുന്നത്.
പിന്നെ വണ്ടി അലോയ് വീല് ആൻഡ്രോയിഡ് സ്റ്റീരിയോ കാര്യങ്ങളൊക്കെ എക്സ്ട്രാ ഫിറ്റിങ്സ് ചെയ്തിട്ടുണ്ട് വണ്ടിക്ക് ചില സ്ക്രാച്ചും കാര്യങ്ങളൊക്കെ ചില അതൊക്കെ നമ്മൾ ക്ലിയർ ചെയ്തിട്ട് കൊടുക്കും. അതായത് നമ്മളിപ്പോൾ വണ്ടി പർച്ചേസ് ചെയ്ത് വന്നിട്ടുള്ളൂ പാർട്ടിയുടെ കയ്യിൽ നിന്ന്, നമുക്ക് പമ്പറുമുള്ള സ്ക്രാച്ച് കാര്യങ്ങളെ ഒക്കെ നമ്മൾ ക്ലിയർ ചെയ്തിട്ട് വാഷ് ചെയ്ത് പോളിഷ് ചെയ്തിട്ട് നമ്മൾ കൊടുക്കുള്ളൂ. ഒക്കെ നമ്മൾ ക്ലിയർ ചെയ്തിട്ട് കൊടുക്കും. 1.5 ലക്ഷം കിലോമീറ്റർ. ഇത് നമ്മൾ 2.10 ചോദിക്കുന്നുണ്ട്. എന്തെങ്കിലും മാറ്റങ്ങൾ വരുത്തിയിട്ട് നമുക്ക് കൊടുക്കാൻ പറ്റും. 2,10,000 നെഗോഷ്യബിൾ ആയിട്ടാണ്. ചെറിയ മാറ്റങ്ങളൊക്കെ നമുക്ക് ചെയ്ത് കൊടുക്കാൻ പറ്റും. ലോൺ നമുക്ക് മലപ്പുറം ഏരിയയിൽ നമ്മളെ ഏരിയയിൽ നമുക്ക് 90 രൂപ റേഞ്ചിലൊക്കെ നമുക്ക് പ്രൈവറ്റ് ഫിനാൻസ് ചെയ്ത് കൊടുക്കാൻ പറ്റും. സേർട്ട് ലോണൊക്കെ ബാങ്ക് ലോണ് നമുക്ക് പ്രയാസമാണ്. മോഡൽ കുറഞ്ഞതായതുകൊണ്ട് നമുക്ക് ചെയ്യാൻ പ്രയാസമാണ്. 1 ലക്ഷം വരെ നമുക്ക് വാങ്ങി കൊടുക്കാൻ പറ്റും, ചെയ്ത് കൊടുക്കാൻ പറ്റും. ഫ്രണ്ട്സ്, അപ്പോൾ റെഡ്സിൻ്റെ സീറ്റ് ഇൻറ്റീരിയർ കേട്ടോ, പക്ഷെ നല്ല കവറൊക്കെ നല്ല സെറ്റാക്കിയ വണ്ടിയാണ്, നല്ല വൃത്തിയുള്ള വണ്ടിയാണ്. ഡാഷ്ബോർഡ് കാര്യങ്ങൾ ഫ്യൂവൽ വരുന്ന ഡീസലാട്ടോ. ബാക്ക് സീറ്റും കാര്യങ്ങളും അത്യാവശ്യം നല്ല ക്വാളിറ്റി, കാഴ്ച നല്ല ക്വാളിറ്റി കേട്ടോ. ഡാഷ്ബോർഡ് കാര്യങ്ങൾ, ഫ്രണ്ട് സീറ്റ് കാര്യങ്ങൾ, പിന്നെ ബാക്ക് ടയർ ഫുൾ തന്നെ ഉണ്ട് കേട്ടോ. ഫ്രണ്ട് ടയർ അതേപോലെ ഫുൾ തന്നെ ഉണ്ട്. ഫ്രണ്ട്സ്, അപ്പോൾ അടുത്ത് നമ്മൾ പരിചയപ്പെടുന്നുണ്ട് ഫോർഡ് ഫിഗ കേട്ടോ. ഇതിന് നമ്പർ 6053 ഫാൻസി നമ്പറിൻ്റെ അടുത്ത് എത്തിക്കൊണ്ടോ? നമ്പറല്ല, 2016 AC പവർ സ്റ്റാറിങ് 4 ഡോർ പവർ വിൻഡോ വരുന്ന ഓപ്ഷനാണ്. നിലവിൽ ഡീസൽ വേരിയൻ്റ് ആണ്. 1,08,000 കിലോമീറ്ററാണ് ഓടിയിട്ടുള്ളത്. ഡീസലാകുമ്പോൾ മൈലേജ് ഏകദേശം ഒരു 18 കിലോമീറ്റർ 19 കിലോമീറ്റർ ഒക്കെ റേഞ്ചിൽ കിട്ടും മൈലേജ്. ഇത് നമ്മളെ വണ്ടിയില്ല, പാർട്ടിയുടെ വണ്ടിയാണ്. 3.5 ലക്ഷമാണ് നമ്മൾ ചോദിക്കുന്ന റേറ്റ്. നെഗോഷ്യബിൾ ആയ റേറ്റ് ആണ്. ഓണർഷിപ്പ് സെക്കൻഡ് ഓണർഷിപ്പാണെന്ന് തോന്നുന്നുണ്ട്. ഓണർഷിപ്പ് നമ്മൾ ചെക്ക് ചെയ്തില്ല, പാർട്ടിയുടെ വണ്ടി ആയതുകൊണ്ട്. നിലവിൽ വണ്ടി മെക്കാനിക്കലി ആക്സിഡൻറ്റ് കാര്യങ്ങളൊന്നും നിലവിൽ കണ്ടിട്ടില്ല. ഓണർഷിപ്പ് കാര്യങ്ങളൊന്നും നമ്മൾ ചെക്ക് ചെയ്തിട്ടില്ല, നോക്കിയിട്ട് പറഞ്ഞു കൊടുക്കാം. റീപ്ലേസ് കാര്യങ്ങൾ ഒന്നും കണ്ടിട്ടില്ല. പിന്നെ എത്ര ചോദിക്കുന്ന റേറ്റ്? 3.50 നമ്മൾ ചോദിക്കുന്നത്. 3.5 ലക്ഷം ലോൺ കയറുമോ? ഇതിന് നമുക്ക് ലോൺ ഏകദേശം ഒരു 2 രൂപ നമുക്ക് ചെയ്ത് കൊടുക്കാൻ പറ്റും. 2 ലക്ഷം വരെ നമുക്ക് ലോൺ ചെയ്ത് കൊടുക്കാൻ പറ്റും. ഫ്രണ്ട്സ്, അപ്പോൾ ഫോർഡ് ഫിഗറിൻ്റെ സീറ്റ് ഇൻറ്റീരിയർ കേട്ടോ. സീറ്റ് കാര്യങ്ങൾ അത്യാവശ്യം കുഴപ്പത്തിൽ എല്ലാ ക്വാളിറ്റിയിലുണ്ട്. ഡാഷ്ബോർഡ് കാര്യങ്ങൾ, ബാക്ക് സീറ്റ് കണ്ടില്ല, പക്ഷെ എല്ലാ തെറ്റില്ലാത്ത രീതിയിലുണ്ട് കേട്ടോ. കവറും കാര്യങ്ങളൊക്കെ, പിന്നെ ഫ്രണ്ട് സീറ്റ് കാര്യങ്ങൾ, ഡാഷ്ബോർഡ്, ടയർ ബാക്ക് ടയർ ആവറേജ് ഉള്ളൂ. അതേപോലെ ഫ്രണ്ട് ടയറും ആവറേജ് ഉള്ളൂ കേട്ടോ. ഫ്രണ്ട്സ്, അപ്പോൾ അടുത്ത നമ്മൾ പരിചയപ്പെടേണ്ട നാനോ കേട്ടോ. ഞാൻ ഡീറ്റെയിൽസ് 2012 മോഡലാണ്. CX ആണ് ഓപ്ഷന്. ഇത് 60,000 കിലോമീറ്റർ ഓടിക്കുന്നുണ്ട്. ഓണർഷിപ്പ് രണ്ടാമത്തെ ഓണർ. റീപ്ലേസ്മെന്റ് കാര്യം ഒന്നുമില്ല. അത്യാവശ്യം നല്ല ഇല്ല, ഒന്നും മാറിയതായി കണ്ടിട്ടില്ല. ഇല്ല, അത്യാവശ്യം നല്ല വണ്ടിയാണ്. 60 രൂപയാണ് നമ്മൾ ചോദിക്കുന്ന റേറ്റ്. 60,000 രൂപയാണ് ചോദിക്കുന്ന റേറ്റ്. എന്തെങ്കിലും മാറ്റങ്ങൾ ചെയ്തിട്ട് കൊടുക്കാം. ലോണ് കേറുവോ? ലോണ് നമുക്ക് കയറാൻ പ്രയാസമാണ്. ഇതൊക്കെ എന്താ വെച്ചാൽ റെഡി ക്യാഷ്, ചെറിയൊരു പൈസയുടെ വണ്ടിയല്ലേ. ലോണ് കാര്യങ്ങളൊന്നും കിട്ടൂല. പവർ സ്റ്റിയറിംഗ് അല്ല, AC മാത്രം വരുന്ന ഓപ്ഷനാണ്. AC മാത്രം വരുന്ന ഓപ്ഷനാണ്. 60,000 ഉണ്ടെങ്കിൽ നമുക്ക് ഇറക്കല്ലേ. ആവശ്യക്കാർ വരാണ് 60 തന്നെ കൊണ്ടുവരുന്നില്ല. ചെറിയൊരു മാറ്റാണ് നമുക്ക് ചെയ്യാൻ കഴിയുള്ളൂ. നാനൊക്കെ അല്ലേ, ചെറിയൊരു വണ്ടിയാണ്. നമ്മൾ ഏകദേശം ഒരു ഫൈനൽ പ്രൈസ് തന്നെയാണ് ഇത് പറയുന്നത്. 60 രൂപയിൽ നിന്ന് ചെറിയൊരു മാറ്റം എന്തെങ്കിലും നമുക്ക് ചെയ്ത് കൊടുക്കാം. ആവശ്യക്കാർ വരികയാണെങ്കിൽ നമ്മൾ പറഞ്ഞ ഫിക്സ്ഡ് റേറ്റ് ഇല്ലാത്തതുകൊണ്ട് ഏകദേശം ആൾക്കാർ വരുമ്പോൾ എന്തെങ്കിലും ഒരു ചെറിയ രീതിയിൽ നമുക്ക് മാറ്റങ്ങൾ ചെയ്ത് കൊടുക്കാം. അപ്പോൾ നാനോൻ്റെ സീറ്റ് ഇൻറ്റീരിയർ കേട്ടോ.
സീറ്റ് കാര്യങ്ങൾ അത്യാവശ്യം കുഴപ്പമില്ലാത്ത രീതിയിലുണ്ട്. ഡാഷ്ബോർഡ് കാര്യങ്ങൾ, ബാക്ക് സീറ്റ് കണ്ടില്ലേ, അത്യാവശ്യം തെറ്റില്ലാത്ത രീതിയിലുണ്ട് കേട്ടോ. ഡാഷ്ബോർഡ് കാര്യങ്ങൾ, ഫ്രണ്ട് സീറ്റ് കാര്യങ്ങൾ, ടയർ ഭാഗത്തുമ്പോൾ ടയർ ആവറേജ് കിട്ടും. ബാക്ക് ടയർ, ഫ്രണ്ട് ടയർ അതേമാതിരി ഏകദേശം 70% ഉണ്ട്. അപ്പോൾ ബാവാക്കാനാണെങ്കിൽ കാറ് മാത്രമല്ല ഒരു 2 ബൈക്കും പാടെ സെയിലുണ്ട് കേട്ടോ. അപ്പോൾ അതാണ് നമ്മൾ ഇന്നത്തെ വീഡിയോ ഉൾപ്പെടുന്നത്. എങ്ങനെ ഡീറ്റെയിൽസ്? 2019 മോഡല് എൻടോർക്കാണ്. TVS എൻടോർക്കാണല്ലോ. എൻടോർക്കാണ്. 30,000 കിലോമീറ്റർ മാത്രമേ നിലവിൽ സഞ്ചരിച്ചിട്ടുള്ളൂ. സിംഗിൾ ഓണർഷിപ്പാണ്. നല്ല വൃത്തിയിലുള്ള വണ്ടിയാണ്. ഫുൾ ക്വാളിറ്റി വണ്ടിയാണ്. ബ്ലൂ ആൻഡ് ബ്ലാക്ക് കളറാണ്. അലോയ് വീല് കാര്യങ്ങളൊക്കെ വരുന്ന ഓപ്ഷനാണ് എൻടോർക്കിൽ. ഇത് നമ്മൾ 68 രൂപ ഏകദേശം നമുക്കൊരു ഫൈനൽ പ്രൈസാണ്. നമുക്ക് എന്തെങ്കിലും മാറ്റം ചെയ്ത് കൊടുക്കാം. 2012 മോഡൽ പാഷൻ പ്രോ ആണ്. 12 നിലവിൽ ടയർ ഭാഗങ്ങളൊക്കെ പുതിയതാണ്. വണ്ടി കംപ്ലൈൻറ്റ് കാര്യങ്ങളൊക്കെ ഒന്നുമില്ല. അപ്പോൾ നല്ല എൻക്വയറി ഉള്ളൊരു വണ്ടിയാണ് പാഷൻ പ്രോ. കാരണം മൈലേജിൻ്റെ നമുക്കൊരു ഏകദേശം 70 കിലോമീറ്റർ ഒക്കെ മൈലേജ് കിട്ടുന്ന വണ്ടിയാണ്. 70-72 മൈലേജ് കിട്ടുന്ന വണ്ടിയാണ്. ഇത് നമ്മൾ 28 രൂപയാണ് ചോദിക്കുന്ന റേറ്റ്. നമുക്ക് മാറ്റങ്ങൾ എന്തെങ്കിലും ചെയ്ത് കൊടുക്കാൻ പറ്റും. ഇതും ബ്ലൂ ആൻഡ് ബ്ലാക്ക് കളർ തന്നെയാണ്. ഓണർഷിപ്പ് 2ാമത്തെ ഓണർഷിപ്പാണ് നിലവിലുള്ളത്. ഇനി 3ാമത്തെ ഇല്ല. പ്രശ്നങ്ങൾ കാര്യങ്ങൾ നിലവിലൊന്നുമില്ല. സെക്കൻഡ് വണ്ടി നമ്മളടുത്ത് ഇനി ഒരു മാസ്ട്രോ വരാണ്ട്, ഒരു ആക്റ്റീവ വരാണ്ട്, നമുക്ക് വണ്ടികൾ 2-3 ചെറിയ ഭാഗങ്ങളുണ്ട്. നമുക്ക് ഏത് വണ്ടിയും നമ്മളടുത്ത് കാറ് ബൈക്ക് എൻക്വയറി നടത്താൻ നമ്മളെ കയ്യിലില്ലെങ്കിലും കറക്റ്റ് ജെന്യൂൻ കസ്റ്റമർ ആണെന്നുണ്ടെങ്കിൽ നമ്മൾ പുറത്തുനിന്ന് ആ വണ്ടി അറേഞ്ച് ചെയ്ത് കൊടുക്കും. പിന്നെ വേറെ അവരുടെ വണ്ടികളും ബൈക്കുകളൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് എടുക്കാം. എക്സ്ചേഞ്ച് ചെയ്യാം. നമുക്ക് എടുത്തു വെക്കണമെങ്കിൽ എടുത്തു വെക്കാം. പാർക്ക് ആൻഡ് സെയിൽ വേണമെങ്കിൽ നമുക്ക് അങ്ങനെ ചെയ്യാം. എല്ലാം നമുക്ക് ചെയ്ത് കൊടുക്കാൻ പറ്റും. കസ്റ്റമർ ജെന്യൂൻ ആണെന്നുണ്ടെങ്കിൽ നമുക്ക് എന്തായാലും ചെയ്ത് കൊടുക്കാൻ പറ്റും.